സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി പുതുതായി 30/5/2026 ഗസറ്റ് പ്രകാരം 16 തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 9 ജനറൽ നോട്ടിഫിക്കേഷനും സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 2 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ഒരു NCA നോട്ടിഫിക്കേഷനും സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ 2 ജനറൽ നോട്ടിഫിക്കേഷനും ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ്റിൽ 2 ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുമാണ് PSC പുറത്തിറക്കിയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 23/2026 ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശമ്പള സ്കെയിൽ പറയുന്നത് 55,200 തൊട്ട് 1,15,300 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. അതായത് 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഈ 2 തീയതികളും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ SC ST മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ പറയുന്നുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc ഡയറി സയൻസ് അല്ലെങ്കിൽ BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ബിരുദം വേണം. അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള തത്തുല്യ ബിരുദം ഉണ്ടായിരിക്കണം. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 24/2026 ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയില് 51,400 മുതൽ 1,10,300 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സിനുള്ളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത്. SC ST OBC കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BAM BAMS DAM ബിരുദമാണ്. അതുപോലെ സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും ആയുർവേദ ഫാർമസിയിൽ നിന്നോ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നിന്നോ മരുന്ന് നിർമ്മാണത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 25/2026 വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വനിതകൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 50,200 തൊട്ട് 1,05,300 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം. പ്രായപരിധി പറയുന്നത് 25 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ. അതായത് 2/1/1981 1/1/2001 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതിയും ഉൾപ്പെടെയാണ് പറയുന്നത്. SC ST പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി എന്നിവയിലുള്ള മാസ്റ്റേഴ്സ് ബിരുദം. മുൻഗണനാ യോഗ്യത പറയുന്നത് ഭാരത സർക്കാരോ കേരള സർക്കാരോ അംഗീകരിച്ച പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ തസ്തിക പൂർണ്ണമായും വനിതകൾക്കായിട്ട് മാത്രം സംവരണം ചെയ്തിട്ടുള്ളതാണ്. നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വനിതാ ശിശു വികസന ഡയറക്ടർ നിശ്ചയിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് 3 മാസത്തെ ട്രെയിനിങ്ങിന് വിധേയരാകണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ
തുടർച്ചയായ 3 വർഷത്തെ കാലയളവിനുള്ളിൽ ആകെ 2 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 26/2026. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശമ്പള സ്കെയിൽ പറയുന്നത് 45,600 തൊട്ട് 95,600 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. പ്രായപരിധി 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെ. SC, ST, OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനം നൽകുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ മേൽപ്പറഞ്ഞ ഡിപ്ലോമകൾക്ക് തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും യോഗ്യത. മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വാഹനം, ഹെവി പാസഞ്ചർ മോട്ടോർ വാഹനം എന്നിവ ഓടിക്കുന്നതിനുള്ള നിലവിൽ പ്രാബല്യമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ നല്ല ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കണം. കൂടാതെ ഇനി പറയുന്ന ശാരീരിക മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് ഉയരം 165 സെൻറ്റിമീറ്റർ, പെൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ, കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വികാസം വേണം. ഇത് ആൺകുട്ടികൾക്ക് മാത്രമാണ് പറയുന്നത്. കാഴ്ചശക്തി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കണ്ണടയില്ലാതെ, ഡിസ്റ്റൻസ് വിഷൻ 6/6, നിയർ വിഷൻ 0.5 സ്നെല്ലർ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 27/2026. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 43,400 തൊട്ട് 91,200 വരെ. ഒഴിവുകളുടെ എണ്ണം 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 to 40 വയസ്സ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെ. SC, ST, OBC ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള MA, MSc, MCom അല്ലെങ്കിൽ MSW ബിരുദം. MSW അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 29/2026. ഹെൽത്ത് സർവീസിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 31,100 തൊട്ട് 66,800 വരെ. ഒഴിവുകളുടെ എണ്ണം 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. പ്രായപരിധി 18 to 40 വയസ്സ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. SC, ST, OBC കാറ്റഗറിക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: +2 സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ച സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ബാച്ചിലർ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി ബിരുദം, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ച മെഡിക്കൽ കോളേജ് സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, അല്ലെങ്കിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തുന്ന ഡിപ്ലോമ ഇൻ കാത്ത് ലാബ് ടെക്നോളജി. ഡിഫൻസ് സെക്ടറിലെ ആശുപത്രികൾ, റെയിൽവേ, ESI,
കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു വർഷത്തെ കാത്ത് ലാബ് ടെക്നീഷ്യൻ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 30/2026. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 31,100 തൊട്ട് 66,800 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഉയർന്ന പ്രായപരിധി മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് OBCക്ക് 35 വയസ്സ് വരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 37 വയസ്സ് വരെയും മുൻ സൈനികർക്ക് 45 വയസ്സ് വരെയും ഇളവ് ചെയ്യുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോ വാഹനം, ഹെവി പാസഞ്ചർ മോട്ടോ വാഹനം, ഹെവി ഗുഡ്സ് വാഹനം എന്നിവ ഓടിക്കുന്നതിനുള്ള പ്രാബല്യമുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ആൺകുട്ടികൾക്ക് കുറഞ്ഞത് 168 സെൻറ്റിമീറ്റർ ഉയരം വേണം, പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ആൺകുട്ടികൾക്ക് കുറഞ്ഞ ഉയരം 161 സെൻറ്റിമീറ്ററും പെൺകുട്ടികൾക്ക് 151 സെൻറ്റിമീറ്ററും ആയിരിക്കണം. നെഞ്ചളവ് ആൺകുട്ടികൾക്ക് മാത്രമാണ് പറയുന്നത്. സാധാരണ നിലയിൽ കുറഞ്ഞത് 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, ബോ ലെഗ്സ് എന്നീ വൈകല്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ സംസാര ശ്രവണ വൈകല്യങ്ങളും പാടില്ല. അതുപോലെ കാഴ്ചശക്തി സംബന്ധിച്ച മാനദണ്ഡങ്ങളും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 32/2026. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 27,900 തൊട്ട് 63,700 വരെ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. SC ST OBC കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 33/2026. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 25,100 തൊട്ട് 57,900 വരെയാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 2/1/1986 1/1/2008 ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുള്ളൂ. SC STക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. ബ്ലാക്ക് സ്മിത്ത് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്തത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 34/2026. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ SC ST വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക റിക്രൂട്ട്മെൻ്റ് ആണിത്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. സാലറി സ്കെയിൽ പറയുന്നത് 63,700 തൊട്ട് 1,23,700 വരെ. ഒഴിവുകളുടെ എണ്ണം SC ST 44 ഒഴിവാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക റിക്രൂട്ട്മെൻ്റ് ആണിത്.
SC/ST വിഭാഗത്തിൽ പെടാത്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരുവിധ മുൻ അറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് എന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. 2/1/1976 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ മോഡേൺ മെഡിസിൻ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിലവിൽ പ്രാബല്യമുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്തതും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 35/2026. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. SC/ST കാറ്റഗറിക്കാർക്കാണ് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 23,000 തൊട്ട് 50,200 വരെയാണ്. 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 45 വയസ്സ് വരെയാണ്. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 36/2026. ജില്ലാടിസ്ഥാനത്തിൽ വിളിച്ച ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിത്. ആരോഗ്യ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ST വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണിത്. ശമ്പള സ്കെയിൽ പറയുന്നത് 31,100 തൊട്ട് 66,800 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഉൾപ്പെടെയാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്യാമെന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ജനറൽ ക്വാളിഫിക്കേഷൻ +2 സയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും സ്ഥാപനം നടത്തുന്ന ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായിരിക്കണം. കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അടുത്തതും ജില്ലാടിസ്ഥാനത്തിൽ വന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 37/2026. വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ST വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണ്. സാലറി സ്കെയിൽ പറയുന്നത് 26,500 തൊട്ട് 60,700 വരെയാണ്. ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ. കണ്ണൂർ ജില്ലയിൽ ഒരു ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറയുന്നത് 18 to 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്യാമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. യോഗ്യതകൾ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയം ഉണ്ടായിരിക്കണം. മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026 ആണ്. അപ്പോൾ അവസാന ഡേറ്റിനായിട്ട് കാത്തു നിൽക്കാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.